പി രവികൃഷ്ണന്റെ തീരമണയാത്ത തിരമാലകൾ എന്ന ചെറുകഥാസമാഹാരത്തിന്റെ പ്രകാശനം കണ്ണൂർ IMA ഹാളിൽ വെച്ച് നടന്നു. എഴുത്തുകാരൻ TP വേണുഗോപാലൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ SN കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PK പ്രശാന്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു. രവികൃഷ്ണന്റെ പേരമകൾ നിയ യദു പുസ്തകം ഏറ്റുവാങ്ങി. ഒരേ പ്രായക്കാരാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വായനക്കാർ എന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ആ എഴുത്ത് പലപ്പോഴും ദുർബലപ്പെടാനാണ് സാധ്യത. അപ്പം ഇത് അധ്യാപകരായ എഴുത്തുകാർക്ക് വരുന്നൊരു പരിമിതിയാണ്. മാഷ് അധ്യാപന ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും മറ്റ് ബാങ്കിങ് മേഖലയിലേക്ക് പോയതുകൊണ്ട് ഒരുപക്ഷെ ഇത് കൃത്യമായി ധ്വനിപ്പിക്കാൻ വേണ്ടി അധ്യാപകരുടെ ആ ദൗർബല്യമില്ലാതെ ധ്വനിപ്പിക്കാനും അക്കങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയല്ലോ, ആ ഒരു ക്ലാരിറ്റി തൻ്റെ എഴുത്തിന് കൊണ്ടുവരാനും മാഷക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മാഷ് ബാങ്കിങ് മേഖലയിലാണ് ഒരുപാട് വർഷക്കാലം ജോലി ചെയ്തത്. ഇപ്പം വിശ്വനാഥൻ മാഷായാലും രവികൃഷ്ണൻ മാഷായാലും ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ 3 പേര് ഒന്നിച്ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവരെ പഠിപ്പിച്ച ആളാണ് ചിലപ്പോൾ തോന്നിയേക്കാം. അവർ 2 പേരും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ 2 പേരും ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ ബാങ്കും സാഹിത്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരുപക്ഷെ ബാങ്കുമായിട്ട് മാത്രമേ സാഹിത്യത്തിന് ബന്ധമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ച ആൾ, അതാണ് ഏറ്റവും ആദ്യത്തെ ബാങ്ക്. അത് സ്ഥാപിച്ച ആൾ അപ്പു നെടുങ്ങാടി എന്ന് പറയുന്ന ആളാണ്. അത് ഇന്ന് ആ ബാങ്കില്ല, അത് പിന്നീട് പഞ്ചാബ് ബാങ്കിൽ ആയിട്ട് ലയിപ്പിക്കുകയുണ്ടായി. അദ്ദേഹമാണ് ആദ്യത്തെ നോവൽ കുന്തലത എഴുതിയ ആൾ. അപ്പോൾ ആദ്യത്തെ നോവലും ആദ്യത്തെ ബാങ്കും ഒരാളാണ് അതിൻ്റെ ഉടമ എന്ന് പറയുമ്പോൾ ഈ നോവലും ബാങ്കും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഡോക്ടർ ഖലീൽ ചൊവ്വ, പ്രൊഫസർ ദീപക്, AV പവിത്രൻ, എഴുത്തുകാരായ രമേശൻ ബ്ലാത്തൂർ, PV സുകുമാരൻ, T പ്രമോദ്, M രത്നകുമാർ, രഘു പട്ടേരി എന്നിവർ സംസാരിച്ചു. P രവികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ആ തലമുറ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രവികൃഷ്ണൻ സാറിൻ്റെ കൊച്ചുമകൾക്ക് ഈ തരത്തിലുള്ള ഒരു പുസ്തകം കൊടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ചെറുകഥ എന്നുള്ള രീതിയിലുള്ള സമാഹാരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങളുടെ വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു പുസ്തകമാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പുസ്തകം കണ്ടില്ല. അത് അങ്ങനെയൊക്കെ ആവട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പുസ്തകം പ്രകാശന ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.